സങ്കീർത്തനം പുതിയ വാക്യമായി നമുക്ക് വായിക്കാം. അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കുകയും ചെയ്യാം. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു ഒരു നാളും മന്ദമാകില്ല. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിനാൽ. പ്രൈസ് ദി ലോർഡ്. 45-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. അതിൻ്റെ last verse we will read it in together. I'm going to read it in Malayalam. Amen. Stotram. Psalms 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. വീരനായുള്ളോവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ തലമുറയിൽ ആമേൻ അങ്ങയുടെ നാമത്തെ എന്നും എന്നേക്കും ഓർക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. I greet you all
In the name of our Lord and Savior Jesus Christ, God has given us one more day, one more opportunity to come into the presence of the Lord to worship His holy name. If you're happy, come on, raise your hand and give glory to God one more time. Hallelujah! Praise the Lord. Amen. I'm not going to exhort from the Psalms this morning. I don't have the time, in front of me. But we all know. You probably, some of our dear ones might be in a long vacation mode, a long weekend mode, a Memorial Day tomorrow. It's happening. I know that normally, this Psalms, I haven't heard pastors were reading Psalms 45 on a Sunday. Usually they read it in a wedding service, Psalms 45, right? You might be thinking why pastor is reading this Psalms. If you remember the last verse that we read in this Psalms, the last word, it says to remember, right? Hallelujah. I will cause your name to be remembered in all generations. Hallelujah. I know that tomorrow is memorial service. The state is remembering. Our country is remembering all the soldiers, those who, gave their life to the nations, right? Praise the Lord. But we got to remember in our day-to-day life, every day morning, every time when we breathe in and breathe out, we got to remember one person, who came from heaven to the earth, and he, emptied himself and he humbled himself to die on the cross, who carried our sins and our burdens, who died on the cross, but on the third day, he rose up, hallelujah, and he proclaimed to the entire world, not just United States, not just to India, but to the entire world, that I am still alive. Praise the Lord. We got to remember our Christ. Amen. This psalmist is saying that I remember to praise the Lord in all my generations. Hallelujah. I remember. If you read, I love to go deep into the Psalms, but I don't have the time. But if you look into the first two verses, you can see, look at that. The verses, my heart overflows. I address my verses, my tongue. So it's everything about me. It's everything about me. I always say, worship is not just about us, but it's about the Lord. Hallelujah. It's not just about us. If you're thinking about us, we cannot give praises to the Lord every time because we are not happy every time. It's a human life. It's a fall world. We are not happy every time. But when we think about the Lord, hallelujah, what He has done in our life, we cannot be silent in His presence. And I say, my verses is always for you. My tongue is always will praise the name of the Lord. Praise the Lord. നോക്കിക്കേ എൻ്റെ ഹൃദയം, എൻ്റെ കൃതി, എൻ്റെ നാവ്, എൻ്റെ അധരം മുഴുവനും തുറന്ന് ശക്തി മുഴുവനും ഉപയോഗിച്ച് എൻ്റെ ശബ്ദം ഉയർത്തി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. One thing that I just want to mention, to remember to praise the Lord, to remember the loving kindness of the Lord, we got to forget something. That is verses 10 and 11 says, to remember the Lord, to remember God, the name of the Lord in all generations, we gotta forget something first. Praise the Lord. ദൈവത്തെ ഓർക്കണമെങ്കിൽ ആദ്യം നാം ചിലത് മറക്കാൻ തയ്യാറാകണം. എന്താ മറക്കേണ്ടത്? 10ാമത്തെ വാക്യത്തിൽ പറയുന്നത് കേട്ടോ. Listen, O daughter, give attention and incline your ear. Forget your people and your forefathers' house. Hallelujah. നിന്റെ പിതൃഭവനത്തെയും നിന്റെ സ്വജനത്തെയും ചാർച്ചക്കാരെ നീ മറന്നാൽ, praise the Lord, നീ ദൈവത്തെ ഓർക്കും. Hallelujah. എന്നുവരെ നാം നമ്മെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു, എന്നുവരെ നമ്മുടെ ബലം നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നുവരെ നമ്മുടെ കുടുംബത്തിന്റെ മഹിമ നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ എല്ലാം നാം ദൈവത്തെ മറക്കും. എന്നാൽ ഇന്ന് പകലിൽ എന്റെ ബലമല്ലെന്നും എന്റെ കഴിവല്ലെന്നും അതെല്ലാം ഒന്നും മറന്നിട്ട് ദൈവസന്നിധിയിൽ വന്നാൽ നാം ദൈവത്തെ ഓർക്കും. Praise the Lord. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് കർത്താവിനെ ഓർക്കാം. Let us remember the Lord, what He has done in our life. We can name everything, anything, so many things, so many goodness in our life. But remember what Christ has done in our life. I'm not going to explain much. In my meditation, there's a lot of things the Spirit of the Lord gave to me from that Psalms, but I'm not. I will use another time to share it. But I greet you all in the name of our Lord and Savior Jesus Christ this morning.
It's a happy Sunday. I mean, I know that many people, and if you look at the chairs, and you can see that many chairs are, empty. People are traveling. Many people are, on the way back or home. Some are vacation. Some are not feeling well. So continue to pray for our dear ones. I greet you all again one more time, especially dear Pastor Jobin T. Rajan. He is a minister. He is working in the vineyard in the state of Gujarat in India. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord. 2004 മുതൽ കർത്താവിന്റെ ദാസൻ ഗുജറാത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായി നോർത്തിൽ പല സ്ഥലങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. He is the AG Council Presbyter in Maharashtra. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. We welcome you, Pastor, one more time to Sharon Fellowship Church of Houston. അതിലുപരിയായി നമ്മുടെ ബാംഗ്ലൂരുള്ള പ്രിയ വർഗീസ് അങ്കിൾ അമ്മാമ, പ്രിയ ഷൈനി സിസ്റ്റർ, ബ്ലെസ്സി സിസ്റ്റർ, ആ ഫാമിലിയോടുകൂടെ ചേർന്ന് ഒരുമിച്ച് ആരാധിച്ച കർത്താവിന്റെ ദാസനാണ് ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിലായി ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. Amen. I'm going to give the time to your dear pastor to share, just to greet the church. He had a wonderful, Bible study this morning at the at the adult Bible study. So we won't be having much time, but he will come to the stage and greet to the church. Before that, continue to pray for our Chingunchan and Tangamama. They reached safely in Ireland, and Coach England, Mercy Andy, they're on the way back to Houston. So pray for them, and Josh Chan and family coming back tomorrow. So ഈ കൂടുമാറി പോയവരെല്ലാവരും കൂട്ടിലേക്ക് മടങ്ങി വരുന്ന ആഴ്ചകളാണ്. സ്തോത്രം. അവരെല്ലാവരും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെല്ലാവരെയും സഹായിക്കട്ടെ. we will be traveling. എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു പറഞ്ഞ പോലെ we will be traveling today evening to Philadelphia. So continue to pray. We will be on road by driving. So continue to pray for our travels. So we won't be here next Sunday. We'll be coming next Tuesday. So continue to pray for our travels, and we know Joel's engagement will be in Philadelphia this coming Saturday. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. I know that Prasad Chan and Solomon Chan will be also traveling Friday. So അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. അനേക അത്ഭുതത്തിന്റെ വാർത്തകൾ കേൾപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. കർത്താവ് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നല്ലോ. Praise the Lord. Gabby, you have a testimony this morning, right? Gabby has a beautiful testimony of God's protection, and thank the Lord for God's protection in everyone's life. Praise the Lord. എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Our dear Sharon was in the emergency in the hospital, but she came back and she's feeling much better. So continue to pray for Sharon and Chad and baby Zeke. So continue to pray for them. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു outreach ministry നമുക്ക് കഴിഞ്ഞ Friday eveningil we were able to conduct a wonderful outreach ministry at the Oyster Creek, and thank you everyone for those who attend those meetings. കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള 10 മിനിറ്റ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ടി രാജൻ മുൻപോട്ട് കടന്നു വരും. നമ്മെ സഭയെ അഡ്രസ് ചെയ്യും. അതിനായി കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. And right after that, the worship team be ready for the English worship. Thank you. കർത്താവിന്റെ ധന്യനാമം മഹത്വപ്പെടുക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ